ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കുക്ക് വിത്ത് ലൂല സതീഷ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. ചക്കയുടെ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വിഭവമാണ് ചക്ക വരട്ടിയത്. ഇതുപയോഗിച്ച് നമുക്ക് പല പലഹാരങ്ങൾ ഉണ്ടാക്കാം. ഉണ്ണിയപ്പം, അട, ഇലയപ്പം, കൊഴുക്കട്ട, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് റെഡിയായി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, എളുപ്പത്തിലുണ്ടാക്കാം. പിന്നെ ഓണമൊക്കെ വരുമ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പണിയൊക്കെ വളരെ എളുപ്പമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ഞാൻ ഓരോ എപ്പിസോഡിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം ഈ ചക്ക അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ശർക്കര പാനി അരിച്ചെടുത്തതാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് കൈവിടാതെ ഇളക്കണം. ഇനി നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അത്ര പേടി വേണ്ട, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി നല്ല പേസ്റ്റ് പോലെ ആകുന്നത് വരെ നമ്മളിതുപോലെ ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ഞാൻ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇപ്പോൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം പായസം ഉണ്ടാക്കുമ്പോൾ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ പായസം വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് കുറച്ച് എടുക്കുക, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക, ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ പായസം റെഡിയാവും. അപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ നമ്മളിതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് അപ്പോൾ പണികളൊക്കെ എളുപ്പമാകും. ചക്കയുടെ സീസൺ വരുമ്പോൾ നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പിന്നെ അതെടുത്ത് പായസം മാത്രമല്ല, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, ഇലയപ്പം ഉണ്ടാക്കാം, പിന്നെ വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതിവിടെ നന്നായി എല്ലാം കംപ്ലീറ്റായി റെഡിയായി. ഇനി അവസാനമായി നമുക്ക് ഈ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റായി. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ഈർപ്പമില്ലാത്ത ബോട്ടിലിൽ സൂക്ഷിക്കാം.
നമുക്കിത് കുറച്ചൊരു പാത്രത്തിലെടുത്ത് നോക്കാം. അത് നന്നായിട്ട് റെഡി ആകുമ്പോൾ നമ്മൾ ആ വരട്ടിയതിന് നല്ല ഒരു ഗ്ലേസിങ് ഉണ്ടാകും. കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയും തിളക്കവും കാണും.